നമസ്കാരം. കോർപ്പറേഷൻ ഭരണസമിതി ചുമതല ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം തിരുവനന്തപുരം പട്ടണത്തിലെ തെരുവുനായ് ശല്യം നിയന്ത്രിക്കുമെന്നായിരുന്നു. അധികാരത്തിൽ വന്ന ആദ്യത്തെ നാളുകളിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് 50 തെരുവുനായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനെ കഴിഞ്ഞ 2-3 മാസം നിരീക്ഷിച്ചു. അപ്പോൾ അത് വളരെ വിജയകരമായിട്ടാണ് അത് നടത്തുവാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെരുവുനായ്ക്കളെ പാർപ്പിക്കുവാനുള്ള ഷെൽട്ടറുകൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിശീലനം സിദ്ധിച്ച NGO ഒക്കെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ മേയറായതിനു ശേഷം നിരവധി ആൾക്കാർ ഓഫീസിലെത്തി തെരുവുനായ് ശല്യം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. അതിൽ അന്ന് വന്ന മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ സ്റ്റുഡൻസാണ് ഇവർ. ഈ ലേഡീസൊക്കെ പെൺകുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞിരുന്നു. മെമ്മോറാണ്ടം തന്നിരുന്നു. അത് തന്നെ അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, സ്കൂളുകൾ, കോളേജുകൾ, നഴ്സറി സ്കൂളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യം നായ്ക്കളെ മാറ്റേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 10,000-കണക്കിന് ആൾക്കാർ ദിവസവും വന്നു പോകുന്ന RCC, ശ്രീചിത്ര, SIT ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നിരവധി സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. അവർക്ക് രാത്രിയും പകലും ഒക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇവിടെയുള്ള നായ്ക്കളെയാണ് ആദ്യം ഞങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ഞങ്ങളുടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ചാർജുള്ള ഡോക്ടർ ലക്ഷ്മി ഉണ്ട്. അതോടൊപ്പം തന്നെ ജയചന്ദ്രൻ സാർ സൂപ്രണ്ടുണ്ട്. പ്രിൻസിപ്പൽ ചാർജുള്ള ഡോക്ടർ ലക്ഷ്മി മാഡം ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഉണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറി, വെറ്റിനറി സർജൻ ഒക്കെ വന്നിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് രാവിലെ തന്നെ സ്ഥലത്തെത്തി കഴിഞ്ഞു. ഇന്ന് ഈ പ്രദേശത്തു നിന്ന് നായ്ക്കളെ പിടുത്തം ആരംഭിക്കും. അതിനുശേഷം ഇതിനെ ഞങ്ങളുടെ ഷെൽട്ടറിൽ എത്തിച്ച് അതിനെ ABC കേന്ദ്രങ്ങളിലെത്തിച്ച് ABC നടത്തി നിരീക്ഷിച്ചതിന് ശേഷം അതിനാവശ്യമായ മെഡിസിനൊക്കെ കൊടുത്തിട്ട് ഷെൽട്ടറിലേക്ക് മാറ്റും. ഇന്ന് മുതൽ എല്ലാ ദിവസവും തെരുവുനായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്ന നായ്ക്കളെ തെരുവിൽ നിന്നും പിടിക്കുന്ന പ്രക്രിയ ഉണ്ടാകും. ഒരു ദിവസവും നിർത്തിവെക്കുകയില്ല. മാത്രമല്ല, പിടിക്കുന്ന നായ്ക്കളെ തിരിച്ച് കൊണ്ടുവിടുകയില്ല. പിടിക്കുന്ന നായ്ക്കളെ ABC നടത്തിയിട്ട് ഷെൽട്ടറിലോട്ട് മാറ്റും. ഞങ്ങൾ ഇതുവരെ മാറ്റിയത് വളരെ നന്നായിട്ട് തന്നെ ആരോഗ്യം തെരുവിൽ നിന്നും പിടിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്ത ഈ ഭരണസമിതി കൊടുത്ത ആദ്യത്തെ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുകയാണ്. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് തിരുവനന്തപുരം. ഞങ്ങളോട് ആവശ്യപ്പെട്ട സ്റ്റുഡൻസിനോട് അന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തിരുന്നു. അത് ഇന്ന് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കണമെന്നാണ് പറയുന്നത്. പുതിയ സ്ഥലം കണ്ടെത്തിയോ? അത് ചെയ്യുകയാണ്. ഞങ്ങൾക്കിപ്പോൾ പൂവാറ് ഒരു ഷെൽട്ടർ വിജയകരമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിത്തടം കോർപ്പറേഷൻ്റെ ഷെൽട്ടറുണ്ട്. അവിടെ കൂടുതൽ നായ്ക്കളെ പാർപ്പിക്കാനുള്ള സ്ഥലം അറേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പേട്ടയിൽ തെരുനായ്ക്കൾ ഒരു ABC സെൻ്ററുണ്ട്. ഇവിടെ വണ്ടിത്തടത്തും പേട്ടയിലുള്ള ABC സെൻ്ററുകളാണ്. പക്ഷേ അവിടെ നായ്ക്കളെ പാർപ്പിക്കാനുള്ള സൗകര്യം കൂടി വണ്ടിത്തടത്തുണ്ട്. അത് ഞങ്ങൾ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. പേട്ടയിലുണ്ട്. ഇപ്പോൾ പൂവാറിൽ വളരെ നന്നായിട്ടൊന്ന് നടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പിടിക്കുന്ന നായ്ക്കളെയൊക്കെ തന്നെ ഞങ്ങൾ പാർപ്പിക്കുവാനുള്ള സിസ്റ്റം റെഡിയായി കഴിഞ്ഞു. എല്ലാ ദിവസവും ഉണ്ടാവും. 2 കാര്യങ്ങൾ: ഒന്ന്, പിടിക്കുന്ന നായ്ക്കളെ ഇനി തെരുവിലേക്ക് വിടുകയില്ല. ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കും. അതിന് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുവാനുള്ള സിസ്റ്റം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്.